ഡോക്ടർ ജി വി ഹരി, ഞാൻ താങ്കളിലേക്കാണ് ആദ്യം വരുന്നത്. താങ്കൾക്ക് കൂടുതൽ ബന്ധപ്പെടാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടകം. താങ്കളുടെ നേതാക്കൾ അവിടെയുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മന്ത്രി പറഞ്ഞത് കേട്ടല്ലോ, ഇപ്പോൾ അല്പസമയത്തിനകം കാർവാർ SP നാരായണൻ നമ്മളോട് സംസാരിക്കുമെന്നാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇപ്പോൾ വന്നിരിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാവുന്നത് അവിടെ ചില പരിമിതികളുണ്ട്. നമ്മളൊക്കെ ദുരന്ത നിവാരണ ഘട്ടത്തിൽ ഇടപെടുന്നത് പോലെയുള്ള ഒരു സംവിധാനത്തെ നയിക്കാനുള്ള ഒരു പരിചയക്കുറവ് ബാംഗ്ലൂരിൽ ഉള്ളതുപോലെയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നമ്മുടെ അർജുനെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ? ലാൽ, ഇതിനകത്ത് നമ്മളെല്ലാവരും കൂട്ടായി രാഷ്ട്രീയം മറന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായി നമുക്കൊപ്പം നമ്മുടെ ഒരു സഹോദരൻ വലിയ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അത് മറിഞ്ഞ സമയം മുതൽ തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കന്മാർ അദ്ദേഹത്തെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് നേതാക്കന്മാർ, ശ്രീ KC വേണുഗോപാൽ ഇന്ന് മുഖ്യമന്ത്രിയുമായി വളരെയധികം കാര്യമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് MP ശ്രീ MK രാഘവൻ രാവിലെ തന്നെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയും അവിടുത്തെ ജില്ലാ കളക്ടറായിട്ടും അതോടൊപ്പം നേരത്തെ പറഞ്ഞ ശ്രീ നാരായണൻ അടക്കമുള്ള പോലീസ് സൂപ്രണ്ടും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടാണ് നമുക്കടക്കമുള്ള ആളുകൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞതുപോലെ നമുക്കുള്ള പരിമിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഒരു ദുരന്തമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവിടെ വലിയ ഒരു മാസീവായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്തല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ആൾ സഞ്ചാരമുള്ളൊരു സ്ഥലമല്ല. അതൊരു ഹൈവേ ആണ്, ഒരു വലിയ ഹൈവേ ആണ്. അപ്പോൾ ആ ഹൈവേയിലൂടെ കടന്നു പോകുന്ന ഈ പറയുന്ന വലിയ ചരക്ക് കയറ്റി വരുന്ന വാഹനങ്ങൾ ഒരല്പസമയം വിശ്രമത്തിന് വേണ്ടി മാത്രമേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ അതിനുള്ള സാധനമുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പാർക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ് ഈ ദുരന്തത്തിൽ പെട്ടിട്ടുള്ളത്. അതിലൊരാളാണ് ശ്രീ അർജുനും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ അവിടുത്തെ സർക്കാരും അതോടൊപ്പം കേരള സർക്കാരാണെങ്കിലും അതോടൊപ്പം തന്നെ കർണാടക സർക്കാരാണെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ 8ഓളം JCBകൾ, ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളതുപോലത്തെ JCB അല്ല, ഇപ്പോൾ ആ ചിത്രത്തിൽ കാണുന്നത് പോലുള്ള അതിഭീകരമായിട്ടുള്ള വലിയ. ഡോക്ടർ ഹരി, ഞാൻ ഒന്ന് ഇടപെടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. എന്താണ് അതിനകത്ത് പറഞ്ഞ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളത് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. കാരണം ഈ കാര്യത്തിൽ നമുക്ക് 8ഓളം JCB എന്നുള്ളത് 7 അവിടെ പ്രവർത്തിച്ചതെന്നാണ് ഇപ്പോഴും വാർത്ത. അതല്ല അവിടുത്തെ കണക്കിൻ്റെ പ്രശ്നം. ഒരു മനുഷ്യൻ, നമ്മുടെ മലയാളിയായ സഹോദരൻ ആ മണ്ണിനടിയിൽ എവിടെയുണ്ട്. ഞാൻ രാഷ്ട്രീയമല്ല, ഒന്നും അങ്ങനത്തെ കാര്യം ഒന്നും കരുതരുത്, അതല്ല, നമുക്കൊരു തർക്കത്തിൻ്റെ സമയമല്ല. ഒരു മനുഷ്യജീവൻ ആ മണ്ണിനടിയിലാണ്. പക്ഷേ നമ്മളതിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഏത് ഭാഗത്ത് മണ്ണിൽ എവിടെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനാകാതെ ഒരു കൂട്ടം ബാംഗ്ലൂർ സൈബർ ലോകത്തിൻ്റെ ആളുകളാണ് അവിടെ നിൽക്കുന്നത്. ഇത് മതിയോ? നമുക്കിപ്പോൾ കണ്ടുപിടിക്കണ്ടേ അവിടെ ആ മണ്ണിനടിയിൽ നിന്ന് ഏത് ഭാഗത്താണ് ജീവനുള്ളതെന്ന് കണ്ടുപിടിക്കാൻ പട്ടാളക്കാരുടെ കയ്യിൽ ഒരു ഉപകരണം ഉണ്ട് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അല്ല, ഇതിനകത്ത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പോൾ ഇന്ന് മിനിസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ വലിയ സാങ്കേതിക വിദ്യയൊക്കെ നമുക്ക് വികസിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യവും ലോകവും മുഴുക്കെ ഉണ്ടെങ്കിൽ പോലും ചിലയിടത്ത് നമുക്ക് പ്രകൃതിയെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള പരിമിതി നമുക്ക് ഇപ്പോഴും ഉണ്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെളിയിക്കുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ മെറ്റൽ ഡിറ്റക്ടർ, ഇപ്പോൾ GPS-ലൂടെയാണ് ആ ലോറി അവിടെ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ആ ലോറിയിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അതാണ് നേരത്തെ മിനിസ്റ്ററും സൂചിപ്പിച്ചത്. മിനിസ്റ്റർ വളരെ കൃത്യമായി തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. 3 കെട്ടിടത്തിന് പൊക്കത്തിൽ അല്ലെങ്കിൽ വലിയ നമുക്കറിയാവുന്നതുപോലെ വലിയ ഒരു കുന്നാണ്, ഒരു മലയാണ് ഇടിഞ്ഞു വീണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ജിയോളജി വകുപ്പ് അവിടെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ജിയോളജി അതിൻ്റെ പുറകെ മാത്രം നമ്മൾ പോയാൽ പെടുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. കാരണം ഈ ലോറിക്കകത്ത് തന്നെ നമ്മുടെ അർജുൻ ഉണ്ടാകുമോ? അത് പുറത്താണെങ്കിൽ ഈ ലോറിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആളെ കണ്ടുപിടിക്കാൻ എങ്ങനെ പറ്റും? ഇനി വീണ്ടും ആ ലൈഫിനെ കണ്ടുപിടിക്കാനുള്ള, അല്ലെങ്കിൽ ലൈഫിന് എന്തെങ്കിലും കുറവ് സംഭവിക്കുന്ന ഒരു ബോധരഹിതനായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ശരീരത്തെ കണ്ടുപിടിക്കാനുള്ള ഉപകരണം ഉപയോഗിക്കേണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണോ അതിലേക്ക് ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം വളരെ ദൗർഭാഗ്യകരമാണത്. അല്ല, തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ പരിമിതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം സാങ്കേതിക